Okay, all of you mark your attendance. Okay. അപ്പോ 11ാമത്തെ ലെസൺ ആണ് നമ്മൾ പഠിക്കുന്നത്. എന്താ പേര് മക്കളെ? പാഠത്തിന്റെ പേരെന്താ? പാഠം 11. എന്താണ് മുമ്പോട്ട്? മുമ്പോട്ട് തന്നെയാണ് എല്ലാവരും പോകേണ്ടത് അല്ലെ? പിറകോട്ട് സഞ്ചരിക്കാൻ പാടുണ്ടോ? നമ്മളെന്താ പഠിച്ച് എല്ലാവരും നല്ല ലെവലിൽ മുകളിലേക്കാണ് പോകേണ്ടത് അല്ലെ? താഴേക്കല്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ നമ്മള് മുമ്പോട്ട് മാത്രം നടക്കാൻ ശീലിക്കുക അല്ലെ? കൂടുതലും എന്തിനാ? എന്നാലും നമുക്ക് വിജയം ഉണ്ടാവൂ അല്ലെ? നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. അപ്പൊ ഇവിടെ കയ്യെത്താ ദൂരത്ത് നിൽക്കുന്ന, അതായത് എവിടെ? ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തോട് കുട്ടി കൂടാൻ നടക്കുന്ന ഒരു കുട്ടിയുടെ ഒരു സംഭാഷണ രീതിയിലാണ് ഈ കവിത പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. മുമ്പോട്ട് എന്നതാണ് പാഠത്തിന്റെ പേര് അല്ലെ? കണ്ടു നിങ്ങളെ പിക്ചറിൽ കുട്ടിയുണ്ട്, മാനത്ത് നക്ഷത്രങ്ങളുണ്ട് അല്ലെ? മാനം എന്താണ് അർത്ഥം? മാനം ആകാശം. മറന്നു പോകണം. ആകാശം. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നുകൂടി വായിക്കാം മിസ്. ഒന്ന്, മാനത്തു മഞ്ഞപ്പട്ടു വിരിച്ച് താനാനം തുള്ളും താരകളെ, മുറ്റത്ത് വന്നാൽ ഒത്തു കളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ. ഓക്കെ, ആ ലൈൻസ് തന്നെ മിസ് വായിക്കാം. മാനത്തു മഞ്ഞപ്പട്ടു വിരിച്ച് താനാനം തുള്ളും താരകളെ, മുറ്റത്തു വന്നാൽ ഒത്തു കളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ. ഓക്കെ, പഠിച്ചോ? വായിക്കുന്നുണ്ടോ എന്റെ കൂടെ? മാനത്ത് മഞ്ഞപ്പട്ടു വിരിച്ച് താനാനം തുള്ളും താരകളെ, വന്നാൽ ഒത്തു കളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ. 4 ലൈൻസ് പഠിച്ചോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി അടുത്ത പേജ് നോക്കിയേ മക്കളെ. പേജ് നമ്പർ 49 നമ്മളിപ്പോ പാടിയത്. ഇനി അടുത്ത 50, പേജ് നമ്പർ 50, 50ാമത്തെ പേജ്. മിണ്ടാതെ നിന്നു പുഞ്ചിരി എന്തു ധരിക്കണം ഞാൻ? മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകിക്കൊണ്ടാൽ എന്ത് ധരിക്കണം ഞാൻ? മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ, ചാലേ കുതിച്ചെന്ന് ചൊല്ലുന്നു. മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ, ചാലേ കുതിച്ചെന്നു ചൊല്ലുന്നു. ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ, കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ. ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ, കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ. പട്ടം ഞാനൊന്നു കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. പട്ടം ഞാനൊന്നു കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. കാലുതെറ്റി പിരണ്ടു വീണാലോ ചേലൊടൻ പട്ടം താങ്ങൂലോ. കാലുതെറ്റി പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ. മുമ്പോട്ടു പോകും കൂട്ടരെയും മട്ടൻപൊടൊട്ടു തുണച്ചിടും ഞാൻ. എന്താണ്? മുമ്പോട്ടു പോകും കൂട്ടരെ ഇമ്മട്ടൻപൊടൊട്ട് തുണച്ചിടും ഞാൻ. ഓക്കെ, ഒന്നുകൂടി പാടാം അല്ലെ? ഫസ്റ്റ് മുതൽ നമുക്ക് ഒന്നിച്ച് പാടണേ. കൂടെ പാടി നോക്കിയേ, അപ്പൊ ഉഷാറാവും എല്ലാവരും. മാനത്ത് മഞ്ഞപ്പട്ടു വിരിച്ച് താനാനം തുള്ളും താരകളെ. എന്താ ആദ്യത്തെ 2 ലൈനിൽ പറഞ്ഞേ? മാനത്ത് മഞ്ഞപ്പട്ടു വിരിച്ച് താനാനം തുള്ളും താരകളെ, മുറ്റത്തു വന്നാൽ ഒത്തു കളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു എന്ത്? കയ്യെത്താ ദൂരത്ത് നിന്ന് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തോട് കൂട്ടുകൂടാൻ കുട്ടി നടത്തുന്ന ഒരു സംഭാഷണ രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ആരുടേതാ കവിത എന്നറിയോ മക്കൾക്ക്?
പി കുഞ്ഞികൃഷ്ണ മേനോൻ അല്ലെ? പി കുഞ്ഞികൃഷ്ണ മേനോൻ അല്ലെ? അദ്ദേഹത്തിൻ്റെതാണ്. അപ്പൊ എന്താ ഇതില് കുട്ടിയും നക്ഷത്രത്തോട് പറയുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പോ മാനത്ത്, മാനം എന്താ മീനിങ് പറഞ്ഞ നമ്മള്? ആകാശം. ആകാശം. ആകാശത്ത് മഞ്ഞപ്പട്ട് വിരിച്ച് കാനാനം തുള്ളും താരകളെ. താരകൾ എന്താ? താരകള് നക്ഷത്രങ്ങൾ അല്ലേ? വിരിച്ച പോലെ ഉണ്ടാവും അല്ലെ? നല്ല കളർഫുള്ളായി മിന്നി മിന്നി മഞ്ഞ കളറിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ് താരകള് അല്ലെ? താനാനം തുള്ളുന്ന താരകള്. മാനത്ത് ആകാശത്ത് മഞ്ഞപ്പട്ട് വിരിച്ച പോലെ അല്ലെ? താനാനം തുള്ളും താരകളെ. മുറ്റത്ത് വന്നാൽ, എന്റെ മുറ്റത്ത്, എന്റെ വീട്ടുമുറ്റത്ത് വന്നാൽ ഒത്തു കളിക്കാം ചുറ്റും താരകളെ. ഇറങ്ങി വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഒത്തു കളിക്കാം എന്നാണ് കുട്ടി പറയുന്നത് അല്ലെ? അപ്പോ ഇവിടെ മുമ്പോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ആരെങ്കിലും മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ വിചാരിക്കോ? അല്ല അല്ലെ? മുകളിലോട്ട് വരാനാണ് എല്ലാവരും. എന്നാലല്ലേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും അല്ലെ? നമ്മൾ താഴോട്ട് എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും മുന്നോട്ട് തന്നെയായിരിക്കണം കുതിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഒരു മിനിറ്റ് പോലും നമുക്ക് സമയമില്ല അല്ലെ? സമയം നമ്മളെക്കാളും മുന്നേ സഞ്ചരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മ അതിലും വേഗം സഞ്ചരിക്കേണ്ടി വരും അല്ലെ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്ത് നമ്മൾ മുൻപോട്ട് മാത്രം കുതിക്കുക അല്ലെ? താഴോട്ട് ഇറങ്ങി വരണോ? നക്ഷത്രത്തോട് കുട്ടി പറയുന്നത് വാ, താഴോട്ട് വാ, എന്റെ കൂടെ കളിക്കാം. പക്ഷെ നക്ഷത്രം വരുവോ? ഇല്ല അല്ലെ? വരില്ല. അപ്പൊ എന്താ പറയുക? അപ്പൊ ഈ 4 ലൈൻസ് പാടാൻ പറ്റുന്നുണ്ടോ നോക്കിയേ മക്കള്. മാനത്ത്, മാനം അർത്ഥം ആകാശം എന്നാണ് കേട്ടോ. മഞ്ഞപ്പട്ട് വിരിച്ചാനാനം നക്ഷത്രങ്ങൾ. ഓക്കെ. കളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ. ഇനി നോക്കിയാൽ നമുക്ക് അടുത്ത ലൈൻസ് എന്താ? അപ്പൊ എന്താ നക്ഷത്രം ചെയ്ത് നോക്കിയേ? മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകി കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ. കുട്ടി എന്താ ചെയ്യുന്നത്? ഞാൻ എന്താണ് ധരിക്കേണ്ടത്? ധരിക്കുക, മനസ്സിലാക്കുക. ധരിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു മീനിങ് കൂടി ഉണ്ട്. എന്താ മക്കളെ അത്? ധരിക്കുക. നമ്മൾ വസ്ത്രം എന്ത് ചെയ്യാറുണ്ട്? വസ്ത്രം ധരിക്കാറുണ്ട് അല്ലെ? അതെങ്ങനെയാ? നമ്മള് വസ്ത്രം ധരിക്കുക പറയുന്ന വസ്ത്രം ഇടുക എന്നുള്ള അർത്ഥത്തിൽ അല്ലെ? ഇവിടെ എന്താ പറയുന്നത്? ധരിക്കുക, മനസ്സിലാക്കുക. മനസ്സിലാക്കുക. ഇവിടുത്തെ അപ്പൊ മിണ്ടാതെ നിന്ന് പുഞ്ചിരി തൂക്കി. പുഞ്ചിരി തൂക്കിക്കൊണ്ട് നക്ഷത്രം നിൽക്കുന്ന രീതിയിലാണ് കുട്ടിക്ക് തോന്നുന്നത് അല്ലെ? മിണ്ടാതെ നിന്ന് പുഞ്ചിരിക്കുന്നത്. എന്താണ് ഞാൻ അന്നേരം ധരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ കുട്ടി? നീ മിണ്ടാതെ ആകാശത്ത് തന്നെ നിൽക്കുമ്പോ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? മിണ്ടാതെ നിന്ന് പുഞ്ചിരി തൂകി കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ. അപ്പൊ ധരിക്കുക, മനസ്സിലാക്കുക. മേലോട്ടേക്കല്ലേ ഞങ്ങൾ ചാലേ കുതിച്ചെന്ന് ചൊല്ലുന്നു. അപ്പൊ എന്താ പറഞ്ഞേ? മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാലേ കുതിച്ചെന്ന് ചൊല്ലുന്നു. എല്ലാരും എന്താ ചെയ്യുന്ന? മേലോട്ടേക്ക് പോകാനാ ഇഷ്ടം അല്ലെ? അതാ പറഞ്ഞു. ഇനി എന്താ? അപ്പൊ ഒന്നുകൂടി അവിടെ നിന്ന് വരെ പാടാം മിസ്. മാനത്ത്, വായിക്കണേ, എന്റെ കൂടെ വായ തുറന്ന് നിങ്ങൾ വായിച്ചേ, അപ്പോഴേ പഠിക്കാൻ പറ്റും. മാനത്ത് മഞ്ഞപ്പട്ട് വിരിച്ച് താനാനം തുള്ളും താരകളെ. മുറ്റത്തു വന്നാൽ ഒത്തു കളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ. മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകി കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ. മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാലേ കുതിച്ചെന്ന് ചൊല്ലുന്നു. പഠിച്ചോ അത്ര വരെ? പാടാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഒന്നുകൂടി വായിക്കണോ? മാനത്ത് മഞ്ഞപ്പട്ടു വിരിച്ച് താനാനം തുള്ളും താരകളെ. മുറ്റത്തു വന്നാൽ ഒത്തുകളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ.
മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകിക്കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാവേ കുതിച്ചെന്ന് വായിക്കാൻ കിട്ടുന്നുണ്ട്. നോക്കിയേ മക്കള്, ഒറ്റക്ക് അവിടുന്ന് വായിച്ചു നോക്കിയേ. ആ 3 ലൈൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായോ? വായിച്ചു കഴിഞ്ഞോ? എല്ലാരും വായിച്ചു നോക്കണേ. അദ്വൈതേ വായിച്ചു നോക്കിയ മോനെ. ഞാൻ വായിക്കട്ടെ. വായിക്കുന്ന അത്ര വരെ? ഓക്കെ, എന്നാ മാനത്തു മഞ്ഞ പട്ടു വിരിച്ചു താനാനം തുള്ളും താരകളെ മുറ്റത്ത് വന്നാലൊത്തു കളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകി കൊണ്ടാൽ എന്തു ധരിക്കണം ഞാൻ മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചേലെ കുതിച്ചെന്നു ചൊല്ലുന്നു. എത്ര വലിയ മീനിങ് മനസ്സിലായ മക്കൾക്ക്? എന്തൊക്കെയാ പറഞ്ഞത്? കയ്യെത്താ ദൂരത്ത്, അതായത് മാനത്ത് ആകാശത്ത് നിൽക്കുന്ന മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തോട് കൂട്ടുകൂടാൻ കുട്ടി തയ്യാറാകുകയാണെന്ന് പറഞ്ഞു അല്ലെ? അത് എങ്ങനെയാ പറയുന്നത്? എന്താ പറയുന്നേ? മികച്ച ഇടം, അതായത് കളിക്കാനുള്ള മികച്ച ഇടം എന്ന തോന്നലാകണം കുട്ടി എന്ന് സംശയിക്കുന്നത് അല്ലെ? അടുത്തെന്താ പറഞ്ഞേ? മാനത്ത് മഞ്ഞപ്പെട്ട് വിരിച്ച കളിത്തട്ടൊരുക്കി താനാനം തുള്ളിക്കളിക്കുന്ന നക്ഷത്രത്തെ തന്റെ കളിത്തട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അവൻ ചെയ്യുന്നത് അല്ലെ? പിന്നെന്താ പറഞ്ഞേ? അന്നേരം മിണ്ടാതെ നിന്ന് പുഞ്ചിരിക്കുകയാണ് ആര് ചെയ്തത്? നക്ഷത്രം ചെയ്തത്. ഓക്കെ, ആ ചിരിയുടെ സാരം തിരയുകയാണ്. എന്താ പറഞ്ഞേ? ഞങ്ങൾ ചാവേ കുതിച്ച് മേലോട്ടേക്ക് മാത്രം പോകുന്നവരാണ് എന്നതാണ് ആ പുഞ്ചിരിയുടെ അർത്ഥം അല്ലേ? അവര് പുഞ്ചിരിച്ചോണ്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്താണ്? നമ്മളെ മുകളിലോട്ട് മാത്രം കുതിച്ച് പായുന്നവരാണ് നക്ഷത്രം എന്നാണ് പറയുന്നത്. താഴേക്ക് ഇറങ്ങി വരാനല്ല ആഗ്രഹിക്കുന്നത് അല്ലേ? പിന്നെന്താ പറഞ്ഞേ? അങ്ങനെ ഉയരങ്ങൾ തേടിപ്പോകുന്നവരെ ആശീർവദിക്കുന്നു അല്ലെ? അവർക്ക് തന്നാലാകും വിധം താനും കൂട്ടാകുമെന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? കുട്ടി അന്നേരം ചെയ്യുന്ന അതാണ്. പിന്നെന്താ നോക്കാം, അടുത്ത ലൈൻസ് എന്താ പറയുന്നത്? ഓക്കെ, അടുത്തത് ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ, ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ. എന്താണെന്ന് ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ. എന്താ പറഞ്ഞത്? ചാട്ടം തെറ്റാതെ പോയിക്കൊള്ളുക എന്ന് ആശംസിക്കുന്നതോടൊപ്പം വൈകാതെ ഞാനും, അപ്പൊ ചാട്ടം തെറ്റാതെ പോയിക്കൊള്ളാന്ന് പറഞ്ഞു അല്ലെ? അതിനോട് ആശംസിക്കുന്നതോടൊപ്പം എന്താ പറഞ്ഞേ? വൈകാതെ ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ എത്തിച്ചേരാമെന്നും പറയുന്നുണ്ട് അല്ലെ? അതാ പറഞ്ഞേ, ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ. നിങ്ങൾ ചാട്ടം മേലോട്ടേക്ക് തന്നെ പോയിക്കോ, കൂട്ടത്തിൽ വൈകാതെ ഞാനും എത്തിക്കോളാം എന്ന് പറയുന്നത് അല്ലെ? പിന്നെന്താ പറഞ്ഞേ? പട്ടം ഞാനൊന്ന് കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. പട്ടം, നിങ്ങൾ എല്ലാവരും 3ാം ക്ലാസ്സിലെ വരെ പട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു കുറെ പേരല്ലേ? അത് തന്നെയാ ഇവിടെയും വന്നത്. ഏതാണ്? സയൻസിലോ മറ്റോ നിങ്ങളെ പട്ടം കെട്ടി പറത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? കണ്ടില്ലേ? ഏത് ഇംഗ്ലീഷിലാണോ? ഇവിടുന്ന് ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. അതാ ഇവിടെയും വന്നത്. എന്ത്? പട്ടം ഞാനൊന്ന് കെട്ടിയുണ്ടാക്കി വിട്ടാൽ ആർക്ക് കൂട്ടാവും? നക്ഷത്രത്തിന് കൂട്ടാവും. മുകളിലേക്കല്ലേ പട്ടം പറന്നു പോവാ. അതാ പറഞ്ഞേ, നക്ഷത്രത്തിന് കൂട്ടാകും അല്ലേ? ഇപ്പൊ എന്താ പറഞ്ഞേ? വൈകാതെ എത്താം എന്ന് ആദ്യം പറയുന്ന കുട്ടി. പിന്നെന്താ പറഞ്ഞേ? പട്ടം ഞാനൊന്ന് കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. പിന്നെന്താ പറഞ്ഞേ? കാലു തെറ്റി പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ.
മുമ്പോട്ടു പോകും കൂട്ടരെ ഇമ്മട്ടൻപൊടൊട്ടു തുണച്ചിടും ഞാൻ. അൻപ് മുമ്പോട്ടു പോകും കൂട്ടരെ ഇമ്മട്ടൻപൊടൊട്ടു തുണച്ചിടും ഞാൻ. അൻപ് അൻപ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? അൻപ് ദയ അല്ലേ? അൻപ് പറഞ്ഞ ദയ എന്നാണ് അർത്ഥം അല്ലെ? പുറകിലുണ്ടാവും അൻപ് ദയ അല്ലെങ്കിൽ സ്നേഹം എന്നുണ്ട് അല്ലെ? ദയ. അപ്പൊ അൻപ് സ്നേഹം. എന്താ പറഞ്ഞ? മുമ്പോട്ട് പോകും കൂട്ടരെ ഇമ്മട്ടൻപൊടൊട്ടു തുണച്ചിടും ഞാൻ. എന്താ പറഞ്ഞേ? മുമ്പോട്ട് പോകുന്ന കൂട്ടരെ ഞാൻ ദയയോടെ സ്നേഹത്തോടെ തുണച്ചിടാമെന്നാണ് പറയുന്നത് അല്ലെ? ഓക്കേ. അപ്പൊ കാല് തെറ്റി പിരണ്ട് വീഴുമ്പോ നക്ഷത്രത്തെ അത് താങ്ങുമെന്ന് മോഹം. പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നവരെ അൻപോടെ ദയയോടെ പിന്തുണക്കുകയാണ് കുട്ടി ചെയ്യുന്നത്. അതാണ് തന്റെ ദൗത്യം എന്നാണ്, അതായത് തന്റെ കടമ എന്നാണ് ആര് കുട്ടി പറയുന്നത്, പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ രാത്രികാലത്ത് കുട്ടിയെ കൊതിപ്പിച്ചുകൊണ്ട് മാനം നിറയെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളുമായി കുഞ്ഞു നടത്തുന്ന സാങ്കല്പിക സംഭാഷണമാണ് കവിതയുടെ ഉള്ളടക്കം. മിസ് ആദ്യേ പറഞ്ഞു. രാത്രികാലത്തെ നക്ഷത്രത്തെ എന്താ പറഞ്ഞേ? നിങ്ങൾ നോക്കാറുണ്ടോ നക്ഷത്രങ്ങളെ രാത്രികാലങ്ങളില്? രാത്രികാലത്ത് നിങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടോ അത്? രസമുണ്ടാവും. നിങ്ങൾ നോക്കി നോക്കണം. അപ്പൊ ഈ കുട്ടിയെ കൊതിപ്പിച്ചുകൊണ്ട് നിൽക്കാന്നാ പറഞ്ഞത്. രാത്രികാലത്തെ കുട്ടിയെ കൊതിപ്പിച്ചുകൊണ്ട് മാനം നിറയെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളുമായി കുഞ്ഞു നടത്തുന്ന സാങ്കല്പിക സംഭാഷണം. അപ്പൊ നിങ്ങൾ സംഭാഷിക്കലൊന്നുമില്ലേ നക്ഷത്രത്തോട്? ഒരു കുഞ്ഞു ഇതുപോലെ സംഭാഷണം നടത്തിയാണ് ഇപ്പൊ നക്ഷത്രത്തോട്. അതാ ഈ പറഞ്ഞത് മുഴുവൻ അല്ലേ? ഓക്കെ. ഒന്നുകൂടി വായിക്കാം. മാനത്ത് മഞ്ഞപ്പട്ടു വിരിച്ച് താനാനം തുള്ളും താരകളെ, മുറ്റത്തു വന്നാൽ ഒത്തു കളിക്കാം ചുറ്റും നിന്നെ താരകളെ. ഓക്കെ, പഠിച്ചോ അതുവരെ? നെക്സ്റ്റ് ലൈൻ നോക്കിയേ. മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകി കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ, മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ കാലേ കുതിച്ചു ചൊല്ലും. ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ കൂട്ടത്തിൽ വൈകാതെ പട്ടം കെട്ടിയുണ്ടാക്കി വിട്ടാൽ കൂട്ടാകും. കാലു തെറ്റിരണ്ടു വീണു ചേലോടൻ പട്ടം താങ്ങൂലോ. മുമ്പോട്ട് പോകും കൂട്ടരെ ഇമ്മട്ടമ്പോടൊട്ടു തുണച്ചിടും ഞാൻ. പഠിച്ചോ എല്ലാവരും? വായിക്കാൻ എവിടെയെങ്കിലും വായിക്കാൻ കിട്ടാണ്ടുണ്ടോ? നിങ്ങളെ അർത്ഥം എഴുതുന്ന സമയത്തുണ്ടല്ലോ മക്കളെ, രണ്ടർത്ഥം കൂടെ അവിടെ ഉണ്ട് അല്ലെ? മാനം, ആകാശമുണ്ട്, നക്ഷത്രം, എല്ലാം ഉണ്ട് അല്ലെ? മാനം എല്ലാം പുറകില്ലല്ലേ? ഇതിലുണ്ട് അർത്ഥവും. അപ്പൊ നിങ്ങളെ ഒന്ന് വായിച്ചു നോക്കി. ആരാ വായിക്കുന്നതെന്ന്? ആർക്ക് വായിക്കാൻ പറ്റും? അൻഷിനൊന്ന് വായിപ്പിക്കാം. മുമ്പോട്ട് മാനത്തു മഞ്ഞപ്പട്ട് വിരിച്ചു താനം തുള്ളും താരകളെ, മുറ്റത്ത് വന്നാലൊത്തു കളിക്കാം ചുറ്റും നിന്നെ താരകളെ. മിണ്ടാതെ നിന്നു പുഞ്ചി തൂകി കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ, മേലോട്ടക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാലേ കുതിച്ചെന്നു ചൊല്ലുന്നു. ചാട്ടം തെറ്റാതെ പോയിക്കൊള്ളാൻ നിങ്ങൾ കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ. പട്ടം ഞാനൊന്നു കെട്ടിയുണ്ടാക്കി വീട്ടിൽ നിങ്ങൾക്കു കൂട്ടാകും. കാലു തെറ്റി പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ. മുമ്പോട്ട് പോകും കൂട്ടരെ ഇമ്മ തമ്പോടൊട്ടു
തുണച്ചിടും ഞാൻ. വെരി ഗുഡ്. മിസ് ആൻസർ വായിക്കാം. ആൻസർ ഒന്നും വായിച്ചില്ലടാട്ടെ. ഞാൻ വായിച്ചില്ലായിരുന്നു. ജുവൽ മരിയ. അത് കഴിയുമ്പോ ഇയർകാസ്റ്റും വായിക്കാം. ജുവൽ മരിയ. ജുവൽ മരിയ പ്ലീസ് അൺമ്യൂട്ട്. ജുവൽ മരിക്ക് കേൾക്കുന്നില്ലേ? എറിക്ക ക്വസ്റ്റ്യൻ വായിച്ചു. മുമ്പോട്ട് മനത്തു മഞ്ഞപ്പെട്ടു വിരിച്ചു താനം തുള്ളും താരകളെ മുറ്റത്തു വന്നാലൊത്തു കളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂങ്ങി കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാലേ കുതിച്ചു നിന്ന് ചൊല്ലുന്നു ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾക്കു കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ പട്ടം കെട്ടിയുണ്ടാക്കി വിട്ടായി നിങ്ങൾക്കു കൂട്ടാകും കാലു തെറ്റി പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ മുമ്പോട്ട് പോകും കൂട്ടരെ തുണച്ചിടും ഞാൻ. ഓക്കെ, ജുവൽ മരിക്ക് കേൾക്കുന്നുണ്ടോ? നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്നാ വായിച്ചോ. മാനത്ത് മഞ്ഞപ്പട്ടി വിരിച്ച് താനാനം തുള്ളും താരകളെ മുറ്റത്ത് വന്നാലൊത്ത് കളിക്കാൻ ചുറ്റും എന്റെ താരകളെ മിണ്ടാതെ പുഞ്ചിരി തുകിക്കൊണ്ടാലെന്ത് ധരിക്കാൻ മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാലേ കുതിച്ചെന്ന് ചൊല്ലുന്നു ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ പട്ടം ഞാനൊന്ന് കെട്ടിയുണ്ടാക്കി വിറ്റാൽ നിങ്ങൾക്ക് കൂട്ടാകും കാല് തെറ്റി പിരണ്ടു വീണാലോ പട്ടം താങ്ങൂലോ ബോട്ട് പോകും കൂട്ടരി ഹിമ്മട്ട ബോട്ടോടും തുണച്ചിടും ഞാൻ. ഓക്കെ, നെക്സ്റ്റ് അഫ്ലു. മാനത്തു മഞ്ഞപ്പട്ടു വിരിച്ചു താരാനം തുള്ളും താരകളെ മുറ്റത്തു വന്നാലൊത്തു കളിക്കാം ചുറ്റും നിന്നെന്റെ താരകളെ മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകിക്കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ ചാലെ കുതിച്ചെന്നു ചൊല്ലുന്നു
ചാട്ടം തെറ്റാതെ പോയിക്കൊള്ളാം നിങ്ങൾ, കൂട്ടത്തിൽ വൈകാതെ എത്താൻ ഞാൻ. പട്ടം ഞാനൊന്നു കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. കാലു തെറ്റിപ്പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂല്ലോ. മുമ്പോട്ട് പോകും കൂട്ടരയിമ്മ ടമ്പോടൊട്ടു ഞാൻ. ഓക്കെ, നെക്സ്റ്റ് ടെസ മരിയ. അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ, മുമ്പോട്ട് മാനത്തു മഞ്ഞപ്പട്ടു വിരിച്ചു താനാൻ തുള്ളും താരകമേ. മുറ്റത്തു വന്നു കളിക്കാം ചുറ്റും നിന്റെ താരകളെ. മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകി കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ. മേലോട്ടേക്കെല്ലാം പോകുള്ളൂ ഞങ്ങൾ. ചാലേ കുതിച്ചെന്ന് ചൊല്ലുന്നു. ചാലേറ്റു കുതിച്ച് ചൊല്ലുന്നു. ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ കൂട്ടം വൈകാതെ എത്താൻ പട്ടം ഞാനൊന്ന് വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. കാലു തെറ്റി പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ. മുമ്പോട്ട് പോകും കൂട്ടരെ ഇമ്മട്ടമ്പോടൊട്ട് ഇപ്രകാരം ഇമ്മട്ട് ഞാൻ തുണയ്ക്കുക, സഹായിക്കുക. തുണച്ചിടും ഞാൻ. ഓക്കെ, നെക്സ്റ്റ് അനിഹ മോഹൻ. പാടം 11 മുമ്പോട്ട് മാനത്ത് മഞ്ഞ പട്ടു വിരിച്ചു താനനം തുള്ളും താരകളെ. മുറ്റത്തു വന്നാലൊത്തു കളിക്കാം ചുറ്റും നിന്റെ താരകളെ. മിണ്ടാതെന്ത് നിന്നു പുഞ്ചിരി തൂകി കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ. മേലോട്ടേക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ, ചാലെ കുതിച്ചെന്നു ചൊല്ലുന്നു. ചാട്ടം തെറ്റാതെ പോയിക്കോളാം നിങ്ങൾ, കൂട്ടത്തിൽ വൈകാതെ എത്താൻ ഞാൻ. പട്ടം ഞാനൊന്നു കെട്ടി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. കാലു തെറ്റി പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ. മുമ്പോട്ട് പോകും കൂട്ടരെ തുണിച്ചിടും ഞാൻ. നെക്സ്റ്റ് അനഘ സുരേഷ്. അനഘ പോയോ? അനഘ
അനക പോയി. നെക്സ്റ്റ് ഡൊമിനിക് ബിജു. ഓ അല്ല, അനക ഇവിടെ ഉണ്ടല്ലോ. അനക അനക കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നില്ല മോളെ, കേൾക്കുന്നില്ല. അനക ക്ലിയർ ഇല്ല മോളെ. നെക്സ്റ്റ് ഡൊമിനിക് ബിജു. കേൾക്കാൻ പറ്റുന്നില്ല. മാനത്ത് മഞ്ഞപ്പെട്ട് വിരിച്ച് താളം തുള്ളും താരകളെ മുറ്റത്തു ഒത്തുകൊടുക്കാം ചുറ്റും നിന്റെ താരകളെ മിണ്ടങ്ങനെ പുഞ്ചിരി തൂകി കൊണ്ണ് ധരിക്കണം ഞാൻ. മേലോട്ടല്ലേ പോകുള്ളൂ ഞങ്ങൾ ചെന്നു ചൊല്ലുന്നു. ചാട്ടം തെറ്റാതെ പൊയ്ക്കൊള്ളുക നിങ്ങൾ. കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ. പട്ടം ഞാനൊന്ന് കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്ക് കൂട്ടാകും. കാല് വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ. മുന്നോട്ട് പോകാം കമ്പൊടൊട്ടു ഞാൻ. തുണച്ചിടും ഞാൻ. ഓക്കെ, നെക്സ്റ്റ് ബിന്യ ബിനോയ്. മുമ്പോട്ട് പാടം പയണുന്ന മുമ്പോട്ട് മാനത്തു മഞ്ഞപ്പട്ടു വിരിച്ചു കാനനം തുള്ളും താരകളെ മുറ്റത്തു വന്നാലത്തു കളിക്കാം ചുറ്റും നിന്നെ താരകളെ. മിണ്ടാതെ നിന്നും പുഞ്ചിരി തൂകി കൊണ്ടാലെന്തു ധരിക്കണം ഞാൻ. മേലോട്ടക്കല്ലേ പോകുള്ളൂ നിങ്ങൾ. ചാലക്കുതിച്ചെന്നു ചൊല്ലുന്നു. ചാട്ടം തെറ്റാതെ പോയിക്കൊള്ള നിങ്ങൾ കൂട്ടാകും. കാലുതെറ്റി പിരണ്ടു വീണാലോ. കൂട്ടത്തിൽ വൈകാതെ എത്തും ഞാൻ. പട്ടം ഞാനെന്നു കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്കു കൂട്ടാകും. കാലു തെറ്റി പിരണ്ടു വീണാലോ. ചേലോടൻ പട്ടം താങ്ങൂലേ. മുമ്പോട്ടു പോകും കൂട്ടായ്മ തമ്പേടത്തു കമ്പൊടൊട്ടു തുണച്ചിടും ഞാൻ. Okay, next Christy Libin.
അൺമ്യൂട്ട് ചെയ്തേ. ക്രിസ്റ്റിക്ക് കേൾക്കുന്നില്ലേ? വായിച്ചേ. 1 മിനിറ്റേ ഉള്ളൂ, വേഗം വായിച്ചേ. ഇനി അദ്വൈതിന്റെ അത്രേ. ഇല്ല, വായിക്കുന്നില്ല. അദ്വൈത് വായിച്ചേ മോനെ. അദ്വൈതേ. മാനത്തും മഞ്ഞപ്പട്ട് വിരിച്ച് താനാൻ തുള്ളുന്ന താരകളെ മുറ്റത്ത് വന്നാൽ